കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് മുഴുവനുമുണ്ട്. ഈ വലിയ സന്തോഷം. എവിടെയാണ് വി ഡി സതീശൻ? മാധ്യമങ്ങൾക്ക് മുന്നിൽ വി ഡി സതീശനും എത്തും. അതും ഉറ്റുനോക്കുകയാണ്. സന്ദീപ് വാര്യരുമുണ്ട്. സന്ദീപ് വാര്യരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തൊട്ട് പുറകിൽ സന്ദീപ് വാര്യരുമുണ്ട്. അതിൽ നമ്മുടെ പ്രിയപ്പെട്ട സിഗത്തിന്റെ കാൽക്കുലേഷൻ കൈയടിക്കണോ എല്ലാരും? എന്തോന്നാണ് കേൾക്കുന്നത്? ഇത്രയും പുഞ്ചിരിച്ച മുഖം കണ്ടിട്ട് എത്ര കാലമായി? ഇത്ര സന്തോഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ രാഹുൽ ഇനിയെങ്കിലും അല്പം കൂടി മനസ്സ് തുറന്ന് മാധ്യമങ്ങളുടെ ഈ സന്തോഷം പ്രകടമാക്കാം. ഇത്രയും വലിയ വിജയം. പാലക്കാട് 20,000 കടന്നിരിക്കുന്നു. 20,288 പടുകൂറ്റൻ വിജയം. ആ വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 15,000 20,000. ഇനി ഒരു പിന്നോട്ടില്ല. എന്താണ് കണ്ണാടിയും മാത്തൂരും എണ്ണിയപ്പോൾ എങ്ങനെ 20,000 എത്തി? ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം കൂടി മറികടന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വിജയം കൊണ്ടിരിക്കുന്നത്. ഇതിലൊരു ചോദ്യമുണ്ട്. അതായത് സരിനല്ല, കണ്ണാടിയും മാത്തൂരും ഇടതുപക്ഷത്തിന്റെ കോട്ട സ്വാധീനമുള്ള പഞ്ചായത്ത് എണ്ണിയപ്പോഴും UDF ലീഡ് നില കുത്തനെയാണ് കൂടിയിരിക്കുന്നത്. അതിന്റെ കണക്ക് പറഞ്ഞാൽ മാത്തൂരും കണ്ണാടിയും പോലെയുള്ള LDF ശക്തി കേന്ദ്രങ്ങളിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുതിച്ചുചാട്ടമുണ്ടായി. രാഹുൽ അവിടെയും കടന്നാണ് ഇപ്പോൾ 20,000 കടന്നുള്ള വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി ഉണ്ട്. പറഞ്ഞ 20,288 വോട്ടുകൾ നേടി രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വിജയിച്ചിരിക്കുന്നു. അവിടെ ജയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജയിച്ചു. 20,288 പറമ്പിൽ നേടിയതിനേക്കാളും അഞ്ചരട്ടിക്ക് മുകളിൽ അല്ലെ? അഞ്ചരട്ടിക്ക് മുകളിൽ. അഞ്ചരട്ടി ഒരു വലിയ കണക്കാണ്. അതൊരു വലിയ കണക്കാണ്. ഇത്രയും വലിയ മത്സരം നടന്ന ഒരിടത്ത് പ്രിയങ്ക ഗാന്ധി നേടിയ ഭൂരിപക്ഷമോ UR പ്രദീപ് നേടിയ ഭൂരിപക്ഷമോ ഒന്നുമല്ല. ഇത്രയും വലിയ ഒരു മത്സരം നടന്നെടുത്ത് ഷാഫി പറമ്പിൽ നേടിയതിനേക്കാളും 5 ഇരട്ടി പാലക്കാട് UDF തിളക്കമാർന്ന വിജയം. ക്രെഡിറ്റ് ഗോസ് ടു രാഹുൽ മാങ്കൂട്ടത്തിന് വമ്പൻ വിജയം, VD സതീശന് വലിയ വിജയം, ഷാഫി പറമ്പിലിന് വലിയ വിജയം, KPCC അധ്യക്ഷൻ സുധാകരന് വലിയ വിജയം, ആകപ്പാട് UDF വലിയ വിജയം. 20,000 മുകളിൽ ഭൂരിപക്ഷം നേടി BJPയുടെ കോട്ടയെന്ന് കരുതിയിരുന്ന പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വെന്നിക്കൊടി പാറിച്ചിരിക്കുന്നു. ഇനി 1.5 വർഷം കഴിഞ്ഞ് പൊതുതെരഞ്ഞെടുപ്പ് വരും. അവിടെയും രാഹുൽ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. ഇനിയൊരു വിജയം BJPക്ക് പാലക്കാട്ട് അടുത്ത കാലത്തെങ്ങും സ്വപ്നം കാണാൻ സാധിക്കില്ല എന്ന തരത്തിലേക്ക് ഭൂരിപക്ഷം എത്തിയിരിക്കുന്നു. വയനാടും ചേലക്കരയുടെയും തിളക്കത്തെ മറികടന്നിരിക്കുന്നു. അതല്ലാതെ ഇതൊരു വളരെ വലിയൊരു ടൈറ്റ് മത്സരം നടക്കുന്നു. BJP വളരെ തൊട്ടടുത്ത് നിൽക്കുന്നു. തൊട്ടടുത്ത് P സരിൻ നിൽക്കുന്നു. ആ തരത്തിലുള്ള ഒരു മത്സരമല്ല. 4ാമത്തെ റൗണ്ട് തൊട്ട് അല്ല 5ാമത്തെ റൗണ്ട് തൊട്ട് ലീഡ് നില വ്യക്തമാണ്. 5ാം റൗണ്ട് വരെയാണ് ഈ ട്വിസ്റ്റ് നടക്കുന്നത്. 6ാം റൗണ്ട് തൊട്ട് ട്വിസ്റ്റ് ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു. ലീഡ് നില കൂട്ടുന്നു. ലീഡ് നില കുറഞ്ഞിരിക്കുന്നു. 20,000 അല്പം കുറഞ്ഞ 18,000. അതൊരു ഫൈനൽ കണക്കിലേക്ക് കൂടി എത്തുമായിരിക്കും. അത് ഫൈനൽ കണക്കിലേക്ക് എത്താനിരിക്കുന്നതേ ഉള്ളൂ. 18,198 അല്ലെ? 18,198 എന്ന് മനസ്സിലാവും. പക്ഷേ വലിയ ഭൂരിപക്ഷമാണ്. അതും 4-5 ഇരട്ടി തന്നെയാണ് ഷാഫി പറമ്പിൽ. റെക്കോർഡ് ഭൂരിപക്ഷം തന്നെ. ഇതിനിടയിൽ ഒരു പ്രതികരണം വരുന്നു. K മുരളീധരനെ തള്ളിക്കൊണ്ട് MM ഹസന്റെ പ്രതികരണം. കണ്ണുള്ളവർക്ക് കാണാൻ കഴിയുന്നതാണ് ഭരണവിരുദ്ധ വികാരം. സന്ദീപ് വാര്യരും വിജയത്തിന് ഒരു ഘടകം. ഇത്രയും വലിയ വിജയം കൈപ്പിടിയിൽ ഒതുക്കുമ്പോഴും കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത. അത് കോൺഗ്രസ് എന്ന ജനാധിപത്യ പാർട്ടിയുടെ സ്വഭാവമാണ് എന്ന് മാത്രമേ ഈ 13ാം റൗണ്ടിന്റെ കണക്ക് കൂടി വരുന്നുണ്ട്. അപർണ, അതിൽ UDF